സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ്. ഇതിനെ മലയാളത്തിൽ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിയുരുക്കം എന്ന് പറയാം. ഈ അസ്ഥിയുരുക്കം എന്നുള്ള ടേമേ ശരിയല്ല, കാരണം ഇത് ഒരിക്കലും അസ്ഥിയുരുക്കി വരുന്നതല്ല. ഇത് സെർവിക്സിൽ നിന്നുള്ള ഡിസ്ചാർജ് ആണ്, വജൈനൽ കൂടി വരുന്നതാണ്. അപ്പോൾ ഇത് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് നോർമലായിട്ട് കാണുന്നതും ഒന്ന് അബ്നോർമലായിട്ട് കാണുന്നതും. ഈ നോർമലായിട്ട് കാണുന്ന ഡിസ്ചാർജ് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ചില ടൈമിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസിൽ ഉണ്ടാവുന്ന. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പീരീഡ്സിന് മുന്നേ വരാം, പീരീഡ്സ് കഴിഞ്ഞ ഉടനെ വരാം, അല്ലെങ്കിൽ മിഡ് സൈക്കിളിൽ അതായത് ഓവുലേഷൻ്റെ ടൈമിൽ വരാം, അതല്ലെങ്കിൽ സെക്ഷൽ അറോസൽ ഉണ്ടാകുമ്പോൾ വരാം, പ്രഗ്നൻസിയിലും ഒക്കെ വരാം. അപ്പോൾ ഈ ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറോ അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറായിരിക്കും. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ചോറിച്ചിലോ വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല, സ്മെല്ല് ഉണ്ടാവത്തില്ല. അത് വളരെ ഒരു ലിമിറ്റഡ് അളവിൽ, അതായത് ഒരു 1 to 4 ml ഒക്കെയാണ് യൂഷ്വലി കാണുന്നത്. പക്ഷേ അബ്നോർമൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറ് മാറും. കളറ് യെല്ലോ, ഗ്രീൻ അല്ലെങ്കിൽ ഗ്രേ കളറായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. അതായത് നോർമലി തിന്നായിരിക്കും, ഇവിടെ കട്ടിയുള്ള ഡിസ്ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി വോളിയം പോകും ഡിസ്ചാർജ്. പിന്നെ ഇതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റമാണ്. അതായത് നോർമൽ ഡിസ്ചാർജിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അബ്നോർമൽ ഡിസ്ചാർജ് ആണെങ്കിൽ അവിടെ ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാവും, ചൊറിഞ്ഞ് അവിടെ ചുമപ്പും തടിപ്പൊക്കെ ഉണ്ടാവാം. ചിലർക്ക് ബേണിംഗ് സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അബ്നോർമൽ ഡിസ്ചാർജ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അതിന് കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക.